നീ +2 കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഏത് കോളേജിൽ പോണം? എന്ത് പഠിക്കണം? ഏത് ഡിഗ്രി എടുക്കണം എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം എനിക്ക് ഇതുപോലെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അബൌട്ട് ഡിഗ്രീസ് ആൻഡ് കോളേജ്, ദ റിയാലിറ്റി, അവിടെ പോയിട്ട് എന്താണ്, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു തരാൻ ഐ ഡidn't ഹാവ് നോബഡി. സോ നിനക്ക് ആ സെയിം സിറ്റുവേഷൻ ഉണ്ടാവരുത്. ദാറ്റ് ഈസ് വൈ ഐ എം ക്രിയേറ്റിംഗ് ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിനക്കൊരു ഐഡിയ ഉണ്ടാവും. എന്ത് പഠിക്കണം, ഇനി പഠിക്കണോ, എങ്ങനെ പഠിക്കണം, ഹൗ ടു ചൂസ് വിച്ച് ഈസ് യുവർ ബെസ്റ്റ് കരിയർ, അല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരു ഫീൽഡ് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാന്നൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിനക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മളെല്ലാവരും 10th-ലായിരുന്നപ്പോൾ നമ്മളോടൊക്കെ ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 10th ആണ് നിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ +2 ആകുമ്പോഴും ഇവർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യും, +2 ആണ് നിന്റെ ടേണിംഗ് പോയിന്റ്, അത് കഴിഞ്ഞ് ലൈഫ് സെറ്റ് ആവും, അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നൊക്കെ. നീ നിന്റെ ലൈഫിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുക്കുന്ന ദിവസം അതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. അല്ലാണ്ട് ഒരു ദിവസം +2 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടോ, ഒരു ദിവസം 10th കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, ഒരു ദിവസം നീ ഗ്രാജുവേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടോ നിന്റെ ലൈഫിലൊന്നും മാറാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ +2 വരെ നിങ്ങൾക്ക് എന്തായാലും ഒരു എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ടും വേണം. അത് കഴിഞ്ഞിട്ട് അബൌട്ട് ഡിഗ്രീസ്, ഇവിടെയാണ് നീ ശരിക്കും ചിന്തിക്കേണ്ടത്. നീ നിന്റെ ലൈഫിൽ ഒരു 4 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. യുവർ ടൈം, യുവർ പാരൻസ് മണി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളൊരു വർഷം ആലോചിക്കാൻ എടുക്കണ്ടേ? 4 വർഷം സമയവും ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അതിനെപ്പറ്റി ആലോചിക്കാൻ, അതൊന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരു വർഷം എടുക്കണ്ടേ നിങ്ങൾ ശരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു വർഷം ഇയർ ഗ്യാപ്പ് എടുക്കണം. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കണം. ഈ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിൽ നിന്റെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ കോളേജിലൊക്കെ പോയി ജോയിൻ ചെയ്യും. ചിലവർ എൻട്രൻസ് എഴുതാൻ പോകും, ചിലവർ റിപ്പീറ്റ് ചെയ്യും, ചിലവർ ഡിഗ്രിക്ക് പോകും, ചിലവർ എബ്രോഡ് പോകും. അപ്പോൾ നിനക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല പേടിയും ഉണ്ടാവും. ദ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എല്ലാവരും കോളേജിൽ പോയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ആയിരുന്നു, ഞാൻ എങ്ങനെ ആയി പോകും എന്നൊക്കെ ഒരു തോട്ടൊക്കെ വരും. നീ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിനക്ക് നിന്റെ ഒരു ലൈഫ് എന്താവണമെന്നോ നിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ എന്താണെന്ന് പോലും അറിയില്ല. ഈ ഒരു ടൈമിൽ നീ ഡയറക്റ്റ് ആയിട്ട് നിന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഒരു കോളേജ് ഡിഗ്രി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം. ബിക്കോസ് നിനക്കൊരു ഐഡിയ ഉണ്ട്, ഓക്കെ ഞാൻ ഡോക്ടർ ആവാൻ പോവാണ്, ഞാൻ ഒരു ലോയർ ആവാൻ പോവാണ്, അപ്പോൾ എൻ്റെ ആ കരിയറിൽ എൻ്റെ ഒരു ഫീൽഡിൽ ഡിഗ്രി കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ ഷുവർ ഗോ ഫോർ ഇറ്റ്. നീ ഒരു ഡിഗ്രി എടുക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് യുവർ ലൈഫ്, യു ഷുഡന്റ് ഗെറ്റ് എ ഡിഗ്രി. നമുക്ക് എന്താവണമെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ കോളേജിൽ പോവാം, എന്നിട്ട് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളൊരു ലൈഫ് സ്റ്റൈല്, ആ ഒരു ചിന്താഗതി, ഇത് നമ്മൾ നോർമലൈസ് ചെയ്തു. നമ്മുടെ സൊസൈറ്റി അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ ടു ഗോ ടു എ കോളേജ് ടു ഗെറ്റ് എ ഡിഗ്രി, അല്ലെ? ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യണ്ട, എന്നാ പിന്നെ ഒരു ഡിഗ്രി എടുത്ത് വെച്ചേക്കാം, എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ നിർത്തേണ്ടത്. എനി ബെനിഫിറ്റ് മൈൻഡ് സെറ്റ്. യൂണിവേഴ്സിറ്റിയിൽ പോകാന്നുള്ളതും കോളേജിൽ പോകാന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു റൈറ്റ് ചോയ്സ് ആയിരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഒരു ഡിഗ്രി കിട്ടും, ഡിഗ്രി കിട്ടാൻ വലിയ പാടില്ല. അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഉള്ള ലോൺ കിട്ടാനും പാടില്ല. എല്ലാവർക്കും ഈസിലി ലോൺസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്യും, ഈ ട്യൂഷൻ ഫീസുകൾ നല്ലോണം കൂട്ടും. ഇവർ ഈ കൂട്ടുന്ന ട്യൂഷൻ ഫീസിന് എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല. ക്വാളിറ്റി വൈസ് ഒരു ചേഞ്ചും കൊണ്ടുവരാണ്ട് എന്നാൽ ട്യൂഷൻ ഫീസ് മാത്രം കൂട്ടിയിട്ടുള്ള പല കോഴ്സസും ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൊണ്ട് മാത്രം എത്ര കൂടുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കോളേജ്. നിങ്ങൾക്കത് കമ്പൽസറി ആയിട്ടും നിങ്ങളുടെ കരിയറിന് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തായാലും കോളേജിൽ പോകണം, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഓടിപ്പോയിട്ട് കോളേജ് ഡിഗ്രി എടുക്കരുത്, നിങ്ങൾ വലിയൊരു ട്രാപ്പിലാവും. ഫിനാൻഷ്യലി ഒന്നല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ പൈസ വേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ ലോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമോ? ആ ജോലിയിലെ സ്റ്റാർട്ടിങ് സാലറി എത്രയാണ്? എത്ര നാൾ വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കടമൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുക? ആ ഒരു കാൽക്കുലേഷൻ കൂടെ ചെയ്തു നോക്കണം. കാരണം പലപ്പോഴും ആൾക്കാർ ഡിഗ്രി എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുക. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക, ഓക്കെ ഇത്രയും ഗ്രാജുവേറ്റ്സ് ഒരു കൊല്ലം പാസ് ഔട്ട് ആവുന്നുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജോലി, ഹൈ പാക്കേജിൽ ജോലി കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് പലർക്കും കിട്ടുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഡിഗ്രി കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. ലൈക്ക് ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ അതിലൊരു 20% ആൾക്കാർക്ക് ഡിഗ്രി ഉള്ളൂ. അന്ന് അവിടെ ഡിഗ്രീന് വാല്യൂ ഉണ്ട്. ഇന്ന് എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. നമുക്കപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് സ്കിൽസ്, വി ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, വി ഷുഡ് ഹാവ് ഗുഡ് ലീഡർഷിപ്പ്, വി ഷുഡ് ഹാവ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് ഓരോ ഡിഗ്രിയും നിന്ന് പാസ് ഔട്ടായി വരുന്നത്. അവർക്കൊന്നും അവർ പഠിച്ച ഫീൽഡിൽ ജോലിക്ക് കയറാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസും
എബിലിറ്റീസും അവർക്കില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നീ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എ ഫോർമൽ എഡ്യൂക്കേഷൻ ക്യാൻ ഗെറ്റ് യു എ ലിവിങ്, ബട്ട് സെൽഫ് എഡ്യൂക്കേഷൻ ക്യാൻ ഗെറ്റ് യു എ ഫോർച്യൂൺ. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഡോണ്ട് ഫോളോ ദ സ്ക്രിപ്റ്റ്. എല്ലാവരും ചെയ്യുന്നു എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ. പല ആൾക്കാർ കോളേജിൽ പോകുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. അവരുടെ പാരൻസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ആ സെയിം ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിഗ്രി വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പാരൻസ് ചിലപ്പോൾ വിടും. സൊസൈറ്റി അവർ പോയി അതുകൊണ്ട് നമ്മളും പോകണം. നമ്മുടെ റിലേറ്റീവ്സ് പോയി അതുകൊണ്ട് നമ്മളും പോകണം. സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും പോയി പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്തിനേലും പോകണം. ഇതാണ് കുഴപ്പം. കാരണം നിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നത് അവർക്കൊരു ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ ചെയ്യേണ്ട കരിയറിന് എനിക്ക് ഈ ഡിഗ്രി ആവശ്യമുണ്ട്, എനിക്കൊരു കോഴ്സ് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവരത് ചെയ്യുന്നു. ദേ ഹാവ് എ റീസൺ. പക്ഷെ നിനക്കാണെങ്കിൽ നിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നോ നിനക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നീ അവർ ചെയ്യുന്ന സെയിം പാത്ത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ നെവർ റീച്ച് എനിവെയർ. നീ ഒരു ഡിഗ്രി എടുക്കുന്നില്ല എന്നുള്ളത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ ചോദിക്കും എന്തുകൊണ്ട്, വൈ. അപ്പം നീ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് നീ പോകണം, വൈ ഷുഡ് യു ഗോ. ശരിക്കും നിനക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഡിഗ്രി എടുക്കുകയല്ല വേണ്ടേ. യു ഷുഡ് ഹാവ് ദ കറേജ്. നിനക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കുറച്ചാൾ ബ്രേക്ക് എടുക്കുകയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റണം. അതല്ല അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ വേസ്റ്റ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്. ബട്ട് എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ്, ഞാൻ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഞാൻ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റാണെന്നുള്ളതൊക്കെ. അതൊക്കെ വെറും തോന്നലാണ്. നിങ്ങൾക്ക് 10th കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? +2 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? അതാണ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെയാണല്ലോ നമ്മുടെ ടീച്ചേഴ്സും ബാക്കിയുള്ള ആൾക്കാരും പറഞ്ഞിരുന്നത്. ഡഡ് എനിത്തിങ് ചേഞ്ച്? കുറേ വർഷം മുന്നേ ആയിരുന്നെങ്കിൽ നീ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട്. ഇന്ന് എല്ലാവർക്കും അതുള്ളതുകൊണ്ട് നീ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നീ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കണം. സ്കിൽ വൈസ്, പ്രസൻറ്റേഷൻ വൈസ്, പെർഫോമൻസ് വൈസ്. നോ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഡിഗ്രി കഴിയുന്നതുകൊണ്ടും ഒന്നും മാജിക്കലി മാറാൻ പോകുന്നില്ല, ഒന്നും ചേഞ്ച് ആകാൻ പോകുന്നില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒക്കെ നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു. ടെക്സ്റ്റ്, സിലബസ്, ഹോംവർക്ക്. നമ്മളെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ആരും പറഞ്ഞു തരില്ല. അപ്പോൾ വി ഷുഡ് ഹാവ് അവർ ഓൺ ഹോംവർക്ക്. നമ്മൾ തന്നെ നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് അസൈൻ ചെയ്യണം. നമ്മൾ തന്നെ നമ്മുടെ ടീച്ചറാണ്, നമ്മൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നീ നിന്നെ തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് നിൻ്റെ ഇൻട്രസ്റ്റുകൾ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണ്, നിനക്ക് എങ്ങനെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, ട്രാവൽ ചെയ്യാനാണോ, ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാനാണോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബാണോ ഇഷ്ടം, അതോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജോബുകളാണ് ഇഷ്ടം. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. ഇങ്ങനെ നീ നിൻ്റെ അടുത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ അല്ലെങ്കിൽ പാത്ത് ചൂസ് ചെയ്യാൻ പറ്റുക. സോ വാട്ട് വുഡ് ഐ ഡു ഇഫ് ഐ ഡിഡൻ നോ മൈ പാത്ത്? സോ നീ +2 ഒക്കെ കഴിഞ്ഞു, ഇനി എന്ത് പഠിക്കണം എന്ന് ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നാൽ ഡിഗ്രിക്ക് പോകുന്നുമില്ല. ഒരു വർഷം ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചോ. പലപ്പോഴും ഒരു വർഷം കൊണ്ട് നിനക്ക് എന്താണ് പഠിക്കേണ്ടതെന്നൊരു ഒരു കറക്റ്റ് ഇനി അടുത്ത 4 കൊല്ലം 5 കൊല്ലം എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലിയർ ഐഡിയ കിട്ടില്ലെങ്കിലും ദാറ്റ് ഈസ് ഇനഫ് ടൈം ടു ഹാവ് എ റിയലൈസേഷൻ അബൌട്ട് യു. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ആ ഒരു വർഷം മതി. സോ എനിക്ക് ആ ഒരു ടൈം തിരിച്ചിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് റീഡ് മോർ ബുക്സ്. ലൈക്ക് ഫൈനാൻസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലെ എല്ലാ ബുക്കുകളും ഞാൻ വായിക്കും. നിനക്ക് താല്പര്യമുള്ള ഫീൽഡിലെ ബുക്കുകളൊക്കെ വായിക്കുക. അപ്പോൾ നിനക്ക് നിന്നെപ്പറ്റി ഒരു ഐഡിയ കിട്ടും, നിനക്ക് ആ ഫീൽഡിനെ പറ്റി ഒരു ബ്രോഡർ ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിനക്ക് ഒരു ജോലിക്ക് പോവാം. ലെറ്റ്സ് പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും നീ ഒരു ജോലിക്ക് പോകുമ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക്കലി നിനക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളൊരു കോളേജിന് പോയിട്ട് ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് നീ ഒരു ജോലിക്ക് പോകുമ്പോൾ കിട്ടും. ഒരിക്കലും ആ ജോലി കണ്ടിന്യൂസ് നിൻ്റെ ലൈഫ് ടൈം ഫുള്ള് ചെയ്യേണ്ട ജോലി ആയിരിക്കരുത്. കുറച്ച് നാളത്തേക്ക് ഒരു 6 മന്തോ ഒരു 3 മന്തോ അങ്ങനത്തെ ഒരു ടൈം പീരീഡിൽ ഒരു ജോലി കണ്ടെത്തുക. അധികം ദൂരെ നിന്നും അല്ലാണ്ട് അടുത്ത് തന്നെ ഉള്ളൊരു ജോലി കണ്ടെത്തുക, അത് ചെയ്യുക. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ ചെയ്താൽ എത്ര മണി നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ദാറ്റ് ഈസ് ഓൾസോ ദ മെയിൻ പോയിന്റ്. അങ്ങനെ ചെയ്യുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് മണി എങ്ങനെ ഉണ്ടാക്കുന്നത്, എത്ര നാൾ നമ്മൾ പാരൻസിൻ്റെ മണിയിൽ ജീവിക്കുന്നു, അവരെ ഹെൽപ്പോടെ ജീവിക്കുന്നു, ഹൗ ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ആൻ അഡൾട്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് മണി എങ്ങനെ ഗെയിൻ ചെയ്യാന്നുള്ള കാര്യങ്ങളും
വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു വർക്ക് എ ജോബ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ അതേപോലെ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ്. നിനക്ക് കുറേ ഇവൻറ്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാലോ നിങ്ങളെ ചുറ്റിനും നടക്കുന്നുള്ള ഇവൻറ്റ്സുകളെ ലിസ്റ്റ് നിനക്ക് കിട്ടും. അപ്പോൾ അതിനൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുക, കണ്ടുമുട്ടുക, നെറ്റ്വർക്ക് ചെയ്യുക, ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. കാരണം നാളെ നീ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴോ നാളെ നീ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ നാളെ നിനക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഒരാളെ മീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ദേ മൈറ്റ് ബി ദ ഡോർസ് ടു റീച്ച് ദിയർ. അതുപോലെ തന്നെ നിനക്കും അവരെ ഹെൽപ്പ് ചെയ്യുക അവരുടെ ഗോൾസ് എത്താൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ റിസൾട്ടിന് ഒരു ലിമിറ്റും ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടുക, ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നിനക്ക് പൈസ ഉണ്ടെങ്കിൽ, നീ സേവ് ചെയ്ത് വെച്ച ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു ട്രാവൽ ചെയ്യുക. ഓൾ ഇന്ത്യ ആണെങ്കിൽ ഓൾ ഇന്ത്യ, ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ. അതല്ല ഇനിയിപ്പോൾ വളരെ അടുത്തുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ട്രാവലിംഗ് അലോൺ വിൽ ഗിവ് യു എ ഐഡിയ ഓഫ് ഹൂ യു ആർ, വാട്ട് യു വാണ്ട് ആൻഡ് ഹൗ യു വ്യൂ ദ വേൾഡ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും നീ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ. അതല്ല ഇനിയിപ്പോൾ അതല്ല നിനക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോൾ ട്രാവൽ ചെയ്യാം. അതുപോലെ തന്നെ നിനക്ക് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് നോക്കാം. അതിലിപ്പോൾ നിങ്ങളിപ്പോൾ ടെക്കിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയയിൽ നോക്കാം. ഇതൊന്നും ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതും ഈ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കുറച്ച് നാൾ ലൈക്ക് ഒരു 2 to 4 months നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതെങ്ങനെയാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെടുമോ പറ്റുമോ എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നിനക്കിഷ്ടമുള്ള എല്ലാ ഡൊമെയിൻസും ഫീൽഡുകളും ട്രൈ ചെയ്യുക ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ. അതേപോലെ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് താല്പര്യമുള്ള ഫീൽഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കോഴ്സസ് എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ഓൺലൈനിൽ പഠിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ചിലതിൽ യൂട്യൂബിൽ ഫ്രീ കോണ്ടൻറ് ഉണ്ട് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട്. ഒന്നല്ലെങ്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല കുറച്ച് കോഴ്സസ് കണ്ടുപിടിക്കുക, അത് ചെയ്യാം. ഞാൻ ഈ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും നിങ്ങൾ കോഴ്സ് പഠിച്ചിരിക്കുക എന്നല്ല, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ കോണ്ടൻറ് ക്രിയേഷൻ ആണെങ്കിൽ അതല്ല നിങ്ങൾക്ക് കോഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ ഇമ്പ്രൂവ് ആക്കേണ്ടത് ആ സ്കില്ലുകൾ പഠിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ. ഈ ഒരു വർഷം നീ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിനക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കംസ് ഫ്രം എക്സ്പീരിയൻസ്. നീ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരിക്കലും നിനക്ക് ഈ ഒരു ക്ലാരിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. നീ ഒരു കോളേജ് ഡിഗ്രി എടുത്തുകൊണ്ടോ ആ ഒരു 3-4 വർഷം അവിടെ നിനക്ക് ഇഷ്ടമുള്ള കാര്യം പഠിച്ചുകൊണ്ടോ നിനക്ക് ക്ലാരിറ്റി കിട്ടില്ല. പല ഡിഫറെൻറ്റ് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്താലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്, നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയത് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഈ ഒരു 1 year നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നീ 3-4 വർഷം കോളേജിൽ പോയിട്ട് നിനക്ക് കിട്ടാണ്ടായ ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം അത് ഈ ഒരു വർഷം ചെയ്യുന്നതുകൊണ്ട് കിട്ടും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് നിനക്ക് പഠിക്കേണ്ടത്. ലെറ്റ്സ് സേ നിനക്ക് ലോയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം. ആ ഒരു കരിയറിന് നിനക്ക് ഡിഗ്രി കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ മാത്രം നീ ആ ഡിഗ്രിക്ക് പോവുക, അത് പഠിക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അതർവൈസ് ടേക്ക് എ ഇയർ ഗ്യാപ്പ്, ഫിഗർ ഔട്ട് വാട്ട് ഈസ് യുവർ നീഷ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീഷ് ഏതാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ എങ്ങനെയാണ് ഇഷ്ടം. നീ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കുക, നീ ഒരു സ്ട്രാറ്റജിക് പേഴ്സൺ ആണോ മനസ്സിലാക്കുക. നിനക്ക് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം, നിനക്ക് ട്രാവൽ ചെയ്യുന്നതാണോ ഇഷ്ടം, നിനക്ക് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണോ ഇഷ്ടം, തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ഒരു വർഷം നീ ഒരു ജോലിയിൽ വർക്ക് ചെയ്തിട്ടും നീ തന്നെ ബുക്കുകൾ വായിച്ചിട്ടും തന്നെ വീഡിയോസുകൾ കണ്ടിട്ടും തന്നെ സ്കിൽസുകൾ ബിൽഡ് ചെയ്തിട്ടും ഈ ഒരു വർഷം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് മോർ ക്ലാരിറ്റി ദാൻ എൻ്റെ ഒരു ഫ്രണ്ട് കോളേജിൽ പോയിട്ട് അവർക്ക് 3 വർഷം കഴിഞ്ഞാൽ ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ലൈഫിൽ നിന്ന് വേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ലക്കി, യു ആർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ. കാരണം ക്ലാരിറ്റി ഉള്ള ആൾക്ക് നല്ലൊരു വിഷൻ ഉണ്ടാവും. നല്ല വിഷനുള്ള ആൾക്ക് കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉള്ളൂ. So I hope this video really helped you and you got this.